ഇന്ന് നമുക്ക് പെർസെൻറ്റേജസിൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മോർ ഓർ ലെസ് ആൻഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള കോൺസെപ്റ്റ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇഫ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി increases or decreases by a percentage and then the decrease or increase in consumption so as not to increase or decrease in expenditure is equal to, so ഇതിന്റെ ഫോർമുല വന്നിട്ട് a by 100 plus or minus a into 100 percentage. okay, ഇതില് positive sign indicates increase in the price of the commodity. okay, increase in price of the commodity. okay, similarly negative sign indicates decrease in the price of the commodity. okay, സോ നമുക്ക് ആദ്യം ഇതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഫോർമുല യൂസ് ചെയ്യുന്നതിന് മുമ്പ് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ സോ നമ്മൾ ഒരു 2020 പെട്രോളിൻ്റെ വില ഒരു 90 റുപ്പീസ് ആണെന്ന് വയ്ക്കാം. ഓക്കെ, 90 റുപ്പീസ് ഇൻ 2020. സിമിലർലി 2024 പെട്രോളിൻ്റെ വില ഒരു 110 റുപ്പീസ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതെല്ലാം ഒരു അസംഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഈ 2020 തൊട്ടിട്ട് 2024 വരെ ഇപ്പം നമ്മൾ ബൈക്കിലേക്ക് പെട്രോൾ അടിക്കുമ്പോൾ ഒരു 100 റുപ്പീസിനാണ് അടിക്കണമെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ 100 റുപ്പീസിന് 2020 നമുക്ക് ലൈക്ക് ഒരു 1.1 ലിറ്റേഴ്സ് അപ്രോക്സിമേറ്റ് ആയിട്ട് പെട്രോള് കിട്ടിയിട്ടുണ്ടാവും. കാരണം പെട്രോളിൻ്റെ വില അന്ന് 90 റുപ്പീസ് ആയിരുന്നു. സിമിലർലി 2024 നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 0.9 ലിറ്റേഴ്സ് ആണ് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി. കാരണം എന്തായി, പെട്രോളിൻ്റെ വില കൂടി 110 രൂപയ്ക്കായി. ഓക്കെ, പക്ഷേ നമ്മളുടെ പെട്രോളിൻ്റെ എക്സ്പെൻഡിച്ചർ സെയിം തന്നെയാണ് 100 റുപ്പീസ്. ബട്ട് പെട്രോളിൻ്റെ വില കൂടിയതും കൊണ്ട് നമ്മളുടെ കൺസംഷൻ കുറഞ്ഞിട്ടുണ്ട്. പെട്രോളിൻ്റെ വില ഇൻക്രീസ് ആയതും കൊണ്ട് കൺസംഷൻ ഡിക്രീസ് ആയിട്ടുണ്ട്. ബട്ട് ദ എക്സ്പെൻഡിച്ചർ ഇസ് ദ സെയിം. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഈസ് സെയിം. ഓക്കെ, ഇതാണ് ആ സ്റ്റേറ്റ്മെന്റിൽ മീൻ ചെയ്യണത്. ഓക്കെ, ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ പ്രൈസ് ഓഫ് മിൽക്ക് ഫാൾസ് ഡൗൺ ബൈ 20%. അപ്പോൾ ഇവിടെ എന്താവുന്നത്, പ്രൈസ് ഓഫ് ദ കമോഡിറ്റി is falling down, that is decreasing. Price of the commodity decreases. Okay, by how much percentage the householder must increase its consumption. അപ്പോൾ പ്രൈസ് താഴെ വീഴുകയാണെങ്കിൽ, പ്രൈസ് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ സെയിം എക്സ്പെൻഡിച്ചർ, ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം പാല് 100 റുപ്പീസിനാണ് ഡെയിലി വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി പെർ ലിറ്റർ പാലിനൊരു ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ലിറ്ററിന് നേരത്തെ ഒരു 20 റുപ്പീസ് ആണ് എന്നുണ്ടെങ്കിൽ 100 റുപ്പീസിന് ഓൾമോസ്റ്റ് 5 ലിറ്റേഴ്സ് കിട്ടും അല്ലേ.
ഓക്കെ. ഇപ്പൊ പ്രൈസ് വന്നിട്ട് ഡിക്രീസ് ആയിരിക്കണം, ഡിക്രീസ് ഡൗൺ ടു ഒരു 10 റുപ്പീസ് എന്ന് വെക്കാം. ഇങ്ങനെയൊന്നും കുറയില്ല, ബട്ട് സ്റ്റിൽ പ്രൈസ് ഓഫ് ദ മിൽക്ക് വന്നിട്ട് 10 റുപ്പീസ് ആയിരിക്കുകയാണെന്ന് വെക്കാം. അപ്പൊ എത്ര ലിറ്റേഴ്സ് കൺസ്യൂം ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് 10 ലിറ്റേഴ്സ് ഫോർ ദ സെയിം 100 റുപ്പീസിന് ഇദ്ദേഹത്തിന് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്കിതിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താണ് ഫോർമുല? ഇവിടെ ഡിക്രീസ് ഇൻ പ്രൈസ് ആണ്. അപ്പോൾ ഡിക്രീസ് ഇൻ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ 100 മൈനസ് എ ഇൻറ്റു 100%. ഓക്കെ. സോ നമുക്ക് ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാ, എത്ര പെർസെൻറ്റേജ് ആണ്? ഇറ്റ് ഈസ് the price of, if the price of the milk falls down by 20%. അപ്പോൾ എ എന്നുള്ളത് ഇറ്റ് ഈസ് 20% by 100 minus 20 into 100%. Okay. So I'm just going down. So that is 20 divided by 80 into 100%. Okay. So this is 4 times. So 100 by 4 is 25%. Okay. So that is 4 ones are 4, 2s are. Okay. Always remember 100 by 4 is 25%. Okay. Okay. So 25% ആണ് the increase in consumption. Okay. Sorry. 25% is the increase in consumption. Okay.